പിന്നെ ക്ലാർ അപ്പോൾ എങ്ങനെയാ തുടങ്ങിയാലോ? ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൽവിൻ പാരീസിൽ നിന്ന് ബെൽജിയത്തിൽ എന്നെ കാണാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് വന്നു. ഇത് ആക്ച്വലി എനിക്ക് അറിയത്തേയില്ലായിരുന്നു അവൻ വരുന്നുണ്ടെന്ന്. അവനിങ്ങനെ ഇടയ്ക്ക് പറയും ഞാൻ വന്നോട്ടെ, ഞാൻ വരും അങ്ങനെയൊക്കെ, പക്ഷെ അവൻ കാര്യമായിട്ട് വരത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ്, എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു, എന്നോട് ഡ്യൂട്ടി കഴിഞ്ഞ് ജോലി വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഇറങ്ങുമോ, നമുക്ക് ജിമ്മിൽ പോവാം, ഫുഡ് കഴിക്കാനൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ വന്ന പാടെ ആൽവിനെ കണ്ടു, കാറി കയറിയ പാടെ ആക്ച്വലി അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അവനോട് നീയല്ലേ എനിക്കിന്ന് മെസ്സേജ് അയച്ചത്, നീ എന്താ ഇവിടെ, എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് ഡ്യൂട്ടി പ്ലേസ് ആയതുകൊണ്ട് എനിക്ക് അധികം എക്സ്പ്രഷൻ ഇടാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു പരാതി അവനുണ്ടായിരുന്നതാണ്. തുടങ്ങല്ലേ? റെഡി പൂമ്പാൻ. ഹായ് ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൽവിൻ. അവൻ പാരീസിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. സർപ്രൈസ് ആയി. പക്ഷേ ആ വീഡിയോ ഞാൻ ഇടാം. പക്ഷേ എന്നെ സർപ്രൈസ് ഇവര് സർപ്രൈസ് ആയിട്ട് തോന്നിയില്ല. എന്നെ സർപ്രൈസ് കണ്ടിട്ട് അവന് സർപ്രൈസ് ആയിട്ട് തോന്നിയില്ല. അത് ഡ്യൂട്ടി പ്ലേസിൽ ഇവൻ വന്നു. എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തെ കൊളീഗ്സ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഇച്ചിരി ഇതായിട്ടാണ് ഞാൻ നിന്നത്. പിന്നെ ചാലുണ്ട്. ഞങ്ങൾ ഇന്ന് നട്ടുച്ച വെയിലത്ത് ഏതോ ഒരു കാട്ടില് നീന്താൻ വന്നേക്കാം. എന്താ എന്നതാണെന്ന് അറിയത്തില്ല. ആരോ പറഞ്ഞു ഞങ്ങളുടെ മൂന്നുപേരെ കുളിച്ചിനും കാണണമെങ്കിൽ ഫോളോ. ഇത് ഞങ്ങളുടെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളൊരു വാട്ടർ തീം പാർക്കിലേക്ക് വന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾക്ക് വലിയ പിടിപാടൊന്നുമില്ല ഇതെന്താ സംഭവം, അതുകൊണ്ട് ഞങ്ങളും വാച്ച് ചെയ്യാണ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന്. ഇവിടെ കുറേ പേര് ബിക്കിനിയൊക്കെ ഇട്ടിട്ട് വെയിൽ കൊള്ളാൻ വന്ന് കിടപ്പുണ്ട്. ഇവിടെ സമ്മർ ടൈം ആകുമ്പോൾ അങ്ങനെയാണ് ആക്ച്വലി. ഇവിടെ സമ്മർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബിക്കിനിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല വെയിൽ കൊണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഗെയിംസ് കളിക്കും, വെള്ളത്തിലിറങ്ങും, അങ്ങനെ കുറേ പരിപാടികൾ ഇവിടെ ഓപ്പൺ ആവും. അങ്ങനെ ഒരു പരിപാടിയാണിത്. ഇവിടെ തന്നെ സൈഡിൽ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിംഗ് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇത് ഞങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാണ്ട് ഞങ്ങളിങ്ങനെ വണ്ടടിച്ച് നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ആക്ച്വലി വന്നത്. എനിക്ക് മാത്രമേ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വാട്ടർ തീം പാർക്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഒരു സാമ്യമുള്ള ഏരിയ തന്നെയാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് കിഡ്സിനുള്ളതാണ്. അതാകുമ്പോൾ ഒത്തിരി വെള്ളമൊന്നുമില്ല, അവർക്ക് പറ്റിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആണ്. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ വെള്ളത്തിൽ ചാടാനുള്ള പ്ലാനിലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീന്തലൊന്നും അറിയത്തില്ല. പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് നീന്തൽ അറിയാലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ വെള്ളത്തിലിറങ്ങണത്. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് റൂബനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും അവൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇച്ചിരി കൂടി നേരം ഞങ്ങളെക്കാട്ടി നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ആൽവിൻ നല്ലൊരു കുക്കായതുകൊണ്ട് അവൻ പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈസി ചീസി പാസ്ത ഉണ്ടാക്കി തരാമെന്ന്. നല്ല അടിപൊളി പാസ്തയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഓർക്കുമ്പോൾ നന്നായിട്ട് കൊതി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ചില്ലടിച്ചങ്ങ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ അടുത്ത ദിവസം ദിനൻറ്റിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. ദിനൻറ്റ് അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബെൽജിയത്തിൽ തന്നെ. അപ്പം നമ്മൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്താണ് പോകുന്നത്. പോകുന്ന സ്ഥലത്തിലെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചില്ലടിച്ച് നല്ല വൈബിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അടിപൊളിയല്ലേ? നിങ്ങൾക്കും തോന്നിയില്ലേ? നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ വന്നെത്തിയിരിക്കുന്നത് കുറച്ച് അഡ്വെഞ്ചർ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ കയാക്കിങ്, ബഞ്ച് ജമ്പിങ്, അങ്ങനെ കുറച്ചൊക്കെ ദിനൻഡിവേഷൻ എന്ന് പറഞ്ഞൊരു പ്ലേസിൽ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടറിഞ്ഞ് വന്നതാണ്. ആക്ച്വലി ഇതൊരു ജംഗിളിൻ്റെ അകത്താണ്, ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് പോലെ നമുക്ക് തോന്നും. നമ്മൾ കുറേ നടന്ന് ഒരു 2-3 കിലോമീറ്റർ നടക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നടന്ന് അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പം നന്നായിട്ട് മടുത്തു. നല്ല കുന്നും കാടും അങ്ങനെയൊക്കെ ഉള്ള എന്താണ് നമുക്ക് പറയാനുള്ള അതുപോലത്തെ ഒരു ഏരിയ. നാട്ടിലെ ഒരു പറമ്പൊക്കെ വെട്ടിത്തെളിച്ച് അവരൊരു പരിപാടി നടത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറയാലോ, നന്നായിട്ട് മടുത്തായിരുന്നു. എന്ത് പറയാനാ, അഡ്വഞ്ചർ നല്ല വെയിലുണ്ട്, നല്ല കുത്തുന്ന വെയിലുണ്ട്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഡിനൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബെൽജിയത്തിലെ ഡിനൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇത് എന്താണ് ഇവാഷൻ
ആവശ്യം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ സ്പോർട്സ്, മല കയറലും കയാക്കിങ്ങും, പിന്നെന്താ മല കയറൽ കയാക്കിങ്, പിന്നെന്താ ഏതാണ്ടൊക്കെ ഉണ്ട്, പെയിൻബോൾ. അപ്പോൾ ട്രക്കിങ് അതിൽ ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് ഇപ്പോഴേ 400 മീറ്റർ അകലെ ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കാം, വയ്യാണ്ടായി. എന്നിട്ട് ജംഗിളിൽ ഒരു കുരങ്ങെത്തി, ഒരു കുരങ്ങയും. ഞാൻ സുന്ദരല്ലേ നോക്കിട്ട് പറഞ്ഞേ. ഞങ്ങൾ പോണ വഴിക്ക് മല കയറി കണ്ടോ, മലയുടെ ഹൈറ്റ് കണ്ടോ. എന്ത് നാട്ടിലെങ്ങനെയാ മല അറ്റില് പിന്നെ ആ പുഴയിൽ കൂടെ ആയിരിക്കും ഞങ്ങൾ മിക്കതും. ജോയിലിനെ കൊല്ലും. അയ്യോ ഇവിടെ മറ്റേ ലാവണ്ടർ പൂക്കളൊക്കെ ഉണ്ടെന്ന് പറയണവര്. അയ്യോ നമ്മളിവിടെ വരുമ്പോ പറഞ്ഞോടത്ത് തന്നെ അവരിങ്ങനെ റോപ്പും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സേഫ്റ്റി. പിന്നെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. ഇതിൽ കൂടെ നമ്മൾ ഇഴുകി അടിക്കെത്തും. അതെ, ഇവിടെ നിന്ന് നമുക്ക് ഇത്രയൊക്കെ ബിൽഡപ്പ് തന്നിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് കയാക്കിങ് ചെയ്യുന്നത് കാണിക്കാത്തതെന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റിയില്ല. അത് 1 മണി വരെയായിരുന്നു ടൈം. നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ 1:05. നമ്മളവരുടെ കൈയും കാലും പിടിച്ച് ചോദിച്ചു നമ്മളൊന്ന് കയറ്റാവുമെന്ന്. ബട്ട് അവർ പറഞ്ഞു സമയമില്ല, അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു, ഓൾറെഡി സ്ലോട്ട് കുറവായിരുന്നു. പിന്നെ 1 മണിയും കൂടി കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ സ്റ്റാഫൊക്കെ പോയി എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഞങ്ങൾ കാറൊക്കെ നൈസായിട്ട് പാർക്കാക്കി, എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ട് തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു നാട്ടിലെ ഫുഡ്, അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ചട്ടിച്ചോറ്, ഇലച്ചോറ് കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് നടക്കുന്നത്. ആൽവിനാണ് കേട്ടോ പണ്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ സങ്കടം പോകുമെന്നാണ് അവൻ പറയാറ്. അങ്ങനെ ഞങ്ങൾക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ നേരെ ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ നമ്മൾ പോകുന്ന വഴി കൂടെയൊക്കെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്, കാരണം ഫോട്ടോ എടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ നമ്മുടെ കുറേ വീഡിയോസും റീൽസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. ദിനൻ്റെ ആക്ച്വലി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. നിങ്ങളിതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, ബെൽജിയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയും. അത്ര അടിപൊളി പ്ലേസ് ആട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇച്ചിരി വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. ആക്ച്വലി നല്ല വർത്തിട്ടായിട്ടുള്ള ഫുഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നന്നായിട്ട് വിശപ്പും മാറി, പക്ഷേ എന്താ പറയണേ, നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സൊക്കെ കിട്ടി, അതൊക്കെ കിട്ടി കഴിച്ച് വർത്താനൊക്കെ പറയാൻ വീണ്ടും തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ്. നമ്മൾ 3 പേരും 3 ഡിഫറെൻറ്റ് സാധനങ്ങളാട്ടോ വാങ്ങിയത്. അതാകുമ്പോൾ 3 പേർക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കാരണം വിശന്നിരിക്കുമായിരുന്നേ. ലേ ആൽവിൻ്റെ ഫോട്ടോഷൂട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. മല, വെയില്, വെയില്, മല. കമന്ന് കിടന്ന് ഫോട്ടോ എടുക്കുന്ന ജോയൻ ചാമി.
എൻ്റെ സൈഡിലെ വ്യൂ കാണിച്ചാലോ ഗൈസ്. നല്ല പുഴ 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 പുഴ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലല്ല, വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള പാർക്കിൽ. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചതിൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ അവിടെയുള്ള എല്ലാ ഐസ്ക്രീമും ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ 3 ഐസ്ക്രീം ചൂസ് ചെയ്തത്. 3 ഐസ്ക്രീമിൽ ഒരു ഐസ്ക്രീം ചൂസ് ചെയ്യാൻ വലിയ പാടില്ലായിരുന്നു. അത് ഞാനാണ് ചൂസ് ചെയ്തത്. അത് മാംഗോ ആയിരുന്നു. എവിടെ പോയാലും എന്തൊക്കെ ടേസ്റ്റ് ചെയ്താലും ലാസ്റ്റ് ഞാൻ മാംഗോയെ എടുക്കാറുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എനിക്കൊരു മാംഗോ ഫാനാണ്. അപ്പം ആക്ച്വലി ബാക്കി 2 പേരും എടുത്തത് ഏതാണെന്നുള്ള ഫ്ലേവർ ഞാൻ മറന്നുപോയി. ബട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡേയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ആലും പോവാറായി. ആലും വന്നു, ദണ്ട പോണു. എത്ര പെട്ടെന്നാ. ആലൻ ഇവിടെ 2 ദിവസം നിന്നെങ്കിലും പക്ഷെ കുറേ നാളത്തെ മെമ്മറീസ് തന്നിട്ട് പോയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ആൽവിനെയും അടുത്ത